രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കുറെ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം ഇതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തു. ഇത് മാതൃകാപരമായ നടപടിയല്ലേ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ വാർത്താമാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, പാലക്കാട് നിയമസഭാ അംഗമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിനെ തുടർന്ന് അദ്ദേഹത്തെ ശബ്ദ സംഭാഷണം പുറത്തു വന്നതിന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തു. അദ്ദേഹം ആ പദവിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐയുടെയും AYFിൻ്റെയും യുവമോർച്ചയുടെ എല്ലാ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. സാധാരണ ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും, 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് KPCC തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ആ പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ ഒരു നടപടി പോലും സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തമാകുന്നത്. ഓൾ ഇന്ത്യ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷണിനെതിരെ വലിയ ആരോപണം ഇന്ത്യയുടെ ഗുസ്തി മേഖലയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിയ സാക്ഷി മാലിക്കിനെ പോലെയുള്ള ഗുസ്തി താരങ്ങൾ വലിയ ആരോപണമുയർത്തിയ പശ്ചാത്തലത്തിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആരോപണമുയർത്തി ഇന്ത്യക്ക് വേണ്ടി അവർ ചോര നീരാക്കി നേടിയ മെഡലുകൾ ഗംഗാനദിയിൽ വലിച്ചെറിഞ്ഞ് വലിയ പ്രതിഷേധം നടത്തിയപ്പോൾ ഇവരുടെ സമരത്തെ കണ്ടില്ലെന്ന് അടിക്കുക മാത്രമല്ല BJP ചെയ്തത്. ഈ ബ്രിജ്ഭൂഷണെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MP ആക്കിയ പാർട്ടിയാണ് BJP. അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ CPMനകത്ത് നിരവധിയായ നേതാക്കന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ വരുന്നു. സ്ത്രീ പീഡന ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ, ഇതെല്ലാം ഓർന്നിട്ട് അവരെയെല്ലാം സംരക്ഷിച്ച് ചേർത്ത് പിടിച്ച പാർട്ടിയാണ് CPM. അവരാണ് കോൺഗ്രസിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ രംഗത്ത് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെടുത്ത സമീപനമാണ് നമ്മൾ എടുത്തു പരിശോധിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ ഭാരവാഹി RV സ്നേഹ, ഹരിപ്പാടുള്ള സ്നേഹ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കോഴിക്കോട് നിന്നുള്ള VP ദുൽകിഫിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവരെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ, മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് തള്ളിപ്പറയാൻ തയ്യാറായി. DYFIക്കാരൻ എന്നെങ്കിലും അങ്ങനെ ഒരു നേതാവിനെതിരെ ആരോപണം അവർ തയ്യാറാവുക. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ ഏക വനിതാ MLA ഉമാ തോമസ്, മുൻ കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ വനിതാ നേതാക്കന്മാർ മുഴുവൻ ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞു. ഈ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞു. പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുക മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നിലപാടും പാർട്ടി എടുക്കില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മാധ്യമങ്ങൾക്ക് മുമ്പായി വെളിപ്പെടുത്തി. അവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തമാകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചാനൽ ചർച്ചകളിൽ പോയി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കവചം തീർക്കാൻ തയ്യാറായില്ലെന്ന് പറയുമ്പോഴാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എത്രത്തോളം മികച്ച രാഷ്ട്രീയമാണെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യമാകുന്നത്. അവിടെയാണ് ഇത്രത്തോളം ഒരു മാതൃകാപരമായ നടപടി, ഇത്തരം ഒരു ആരോപണം വന്ന ഒരുത്തൻ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ വേണ്ട എന്ന് പറയാനുള്ള ആർജവും തൻ്റെ ഇടവും നട്ടലും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണെന്ന് കോൺഗ്രസ് അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും, അതേത് രാഷ്ട്രീയ പാർട്ടിയാട്ടെ, കോൺഗ്രസിനല്ലാതെ മറ്റൊരാൾക്കും ഒരു നടപടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആരോപണം നടന്നു വന്നാൽ അവരെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് വീണ്ടും വീണ്ടും കോൺഗ്രസ് തെളിയിച്ചുകൊണ്ടിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. CPM എങ്ങനെയാണ് പ്രതിരോധത്തിലാവുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാൻ KPCC തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്കും പ്രതിരോധത്തിലും CPM പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നിലവിലെ നിയമസഭാ അംഗമായ കൊല്ലത്തു നിന്നുള്ള CPMൻ്റെ MLA M മുകേഷിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നാലെ തന്നെ കേരളത്തിലെ ഒരു നടി അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തുകയും മുകേഷിനെതിരെ FIR ചുമത്തുകയും മുകേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടെന്ന് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങിയപ്പോൾ മുകേഷിനെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടായിരുന്നു CPM നേതാക്കന്മാർ സ്വീകരിച്ചത്. മുകേഷിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നിലവിലെ KTDC ചെയർമാൻ, മുൻ MLA കൂടിയായ
പി കെ ശശിക്കെതിരെ ഗുരുതരമായ ആരോപണം വന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണം വന്നു. ഡിവൈഎഫ്ഐ നേതാവ് വൈശാഖിനെതിരെ ആരോപണം വന്നു. ഇങ്ങനെ ഒട്ടനവധി പരാതികൾ പി എം മാർഷോ, എസ്എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ, AISF ഒരു വനിതാ നേതാവിനോട് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് വളരെ അതീവ മോശമായ രൂപത്തിൽ പെരുമാറിയപ്പോൾ ആർഷോനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ച് ഇത്തരത്തിൽ ആരോപണ വിധേയരായവരെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണ കവചമൊരുക്കുകയും ചെയ്ത CPMന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന CPMന്റെ രാഷ്ട്രീയ ധാർമ്മികതയില്ലായ്മയാണ് മുകേഷിൻ്റെയും PK ശശിയുടെയും എല്ലാം വിഷയത്തിൽ കേരളീയ സമൂഹം കണ്ടതെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസ് ഇത്തരമൊരു ആരോപണം ഒരു യുവനേതാവിനെതിരെ ഉയർന്നപ്പോൾ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുകയും 48 മണിക്കൂർ തികഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ധീരമായ നിലപാട് കൈക്കൊണ്ടു. അവിടെയാണ് കോൺഗ്രസും CPMും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഒരു മുതലെടുക്കാനുള്ള അവസരമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഉയർന്നു വന്ന ആരോപണം. എന്നാൽ ആ അവസരം അവർക്ക് പാടെ നഷ്ടമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും അവർ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കുന്ന രൂപത്തിൽ സമരം ചെയ്യുമെന്നാണ് MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നതെങ്കിലും CPMകാരോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, അതായത് മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു, മുകേഷ് ഇപ്പോഴും പാർട്ടിയിലില്ലേ എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാതെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ് CPMനുള്ളത്. AKG സെൻറ്ററിലെ കോടികൾ നൽകി AKG സെൻറ്ററിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വിങ്ങിനെ നിയമിച്ചിട്ടുണ്ട്. മുൻ മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ നൽകുന്ന ക്യാപ്സ്യൂളുകൾ കോൺഗ്രസിൻ്റെ പോസ്റ്റുകൾക്കടിയിൽ കൊണ്ടു ഒട്ടിക്കുകയല്ലാതെ നേരെ മുഖത്തോട് മുഖം നോക്കി നിന്റെ പാർട്ടിക്കാരൻ മുകേഷിനെ സംരക്ഷിച്ചില്ലടാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഇന്ന് നട്ടെല്ലും ത്രാണിയുള്ള ഒരു DYFIക്കാരനില്ല. കാരണം അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. അതായത് കൊച്ചിയിലെ ഒരു നടിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉയർന്നപ്പോൾ, ആ നടിയുടെ ഭാഗത്തു നിന്നൊരു ആരോപണം ഉയർന്നപ്പോൾ ആ നടിയെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും, നേതൃത്വത്തിൻ്റെ അല്ല CPMൻ്റെ സൈബർ പോരാളികളുടെയും CPMൻ്റെ അണികളുടെയും ഭാഗത്തു നിന്നും പ്രതികരണം വന്നത്. ആ നടിയെ അതിവൈകാരികമായി അവർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആരോപണ വിധേയനായ വ്യക്തിയെ സംഘടനാ തലത്ത് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി, പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. ആ ഒരു സാഹചര്യം CPMന് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഇത് CPMൻ്റെ നിരവധിയായ നേതാക്കന്മാർക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നു. PK ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ ആ പീഡനത്തിൻ്റെ തീവ്രത അളക്കാൻ കമ്മീഷനെ നിയോഗിച്ചയാളെ AK ബാലനും PK ശ്രീമതിയും കമ്മീഷനായി രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ച് അവർ പീഡനത്തിൻ്റെ തീവ്രത അളക്കാൻ മണ്ണാർക്കാട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൽ അത്തരത്തിൽ തീവ്രത അളക്കുന്ന യന്ത്രമൊന്നും കോൺഗ്രസിൻ്റെ കൈകളിലില്ല. അതോടൊപ്പം തന്നെ ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ പോലീസാണ്, നിയമ സംവിധാനമാണ്. ആ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ത് നിലപാട് സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ ഈ നിമിഷം വരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഒരു പെറ്റി കേസ് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്യാൻ CPMനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. അവിടെ CPM അണികൾ ഇങ്ങനെ ഫേസ്ബുക്കിലും മറ്റേ ഇൻസ്റ്റഗ്രാമിലും എക്സിലെല്ലാം ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ യാതൊരു നടപടിയും അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ധാർമ്മികത കണ്ടുപഠിക്കാൻ CPM തയ്യാറാകണം. അതായത് കോൺഗ്രസ്സുകാർക്ക് ഇത്തരം കോൺഗ്രസ് ഒരു MLAക്കെതിരെ, ഒരു യുവ MLAക്കെതിരെ, വൈബ്രന്റ് MLAക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തൊന്നും മാറ്റി നിർത്താനും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നട്ടലും നിലപാടും അല്ലെങ്കിൽ ആ നട്ടലും തൻ്റെ ഇടവും CPMന്റെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ എന്നൊരു ചോദ്യമാണ് കേരളീയ സമൂഹം ഉന്നയിക്കുന്നത്.